സ്റ്റുവർട്ട് ലിറ്റിൽ. അധ്യായം 4. വ്യായാമം. ഒരു മനോഹരമായ മെയ് മാസത്തിലെ ഒരു പ്രഭാതത്തിൽ സ്റ്റുവർട്ട് പതിവ് പോലെ അതിരാവിലെ എഴുന്നേറ്റു, കുളിച്ചു വസ്ത്രം ധരിച്ചു, തൊപ്പിയും വടിയും എടുത്ത് താഴത്തെ നിലയിലെ സ്വീകരണ മുറിയിലേക്ക് പോയി. അവിടെ ആ സമയത്ത് മിസ്സിസ് ലിറ്റിലിന്റെ വെളുത്ത പൂച്ചയായ സ്നോബൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്നോബലും ഒരു അതിരാവിലെ എഴുന്നേൽക്കുന്ന ആളായിരുന്നു. അന്ന് രാവിലെ അവൻ മുറിയുടെ നടുവിലെ പരവതാനിയിൽ കിടന്ന് താൻ ഒരു പൂച്ചക്കുട്ടിയായിരുന്ന ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. സുപ്രഭാതം, സ്റ്റുവർട്ട് പറഞ്ഞു. ഹലോ, സ്നോബൽ മൂർച്ചയോടെ മറുപടി നൽകി. നിങ്ങൾ നേരത്തെ എഴുന്നേറ്റല്ലോ അല്ലേ? സ്റ്റുവർട്ട് അവന്റെ വാച്ചിലേക്ക് നോക്കി. അതെ, അവൻ പറഞ്ഞു. 6 മണി കഴിഞ്ഞ് 5 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് നല്ല ഉന്മേഷം തോന്നി. കുറച്ച് വ്യായാമം ചെയ്യാനായി താഴേക്ക് വന്നതാണ്. നിനക്ക് വ്യായാമം വേണമെങ്കിൽ ബാത്റൂമിൽ പോയി വെള്ളം തുറക്കാനായി ചുറ്റിക കൊണ്ടടിച്ചാൽ മതിയല്ലോ. നിന്റെ പല്ലുകൾക്ക് ശരിക്കും ബ്രഷ് ചെയ്യാൻ മാത്രം വലുപ്പമില്ലെങ്കിലും ഒരു നല്ല പല്ല് കാണണോ? എന്റെ പല്ലുകൾ നോക്കൂ. സ്നോബൽ വായ തുറന്ന് സൂചി പോലെ മൂർച്ചയുള്ളതും തിളക്കമുള്ളതുമായ 2 നിര വെളുത്ത പല്ലുകൾ കാണിച്ചു. വളരെ നല്ലത്, സ്റ്റുവർട്ട് പറഞ്ഞു. പക്ഷെ എന്റേതും നല്ലതാണ്, ചെറുതാണെങ്കിലും. വ്യായാമം കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ പാഴാക്കാറില്ല. എന്റെ വയറിലെ പേശികൾ നിന്റേതിനേക്കാൾ ഉറച്ചതാണെന്ന് ഞാൻ ഉറപ്പു പറയുന്നു. അത് ഞാൻ സമ്മതിച്ചു തരില്ല, പൂച്ച പറഞ്ഞു. ഞാൻ പറയുന്നു, സ്റ്റുവർട്ട് തർക്കിച്ചു. അവ ഇരുമ്പ് ബാൻഡുകൾ പോലെയാണ്. അത് ഞാൻ സമ്മതിച്ചു തരില്ല, പൂച്ച ആവർത്തിച്ചു. തന്റെ വയറിലെ പേശികൾ എത്രത്തോളം മികച്ചതാണെന്ന് സ്നോബലിന് തെളിയിക്കാൻ സ്റ്റുവർട്ട് മുറിക്ക് ചുറ്റും നോക്കി. കിഴക്കേ ജനലിലെ താഴ്ത്തിയിട്ട ഷെയ്ഡിൽ തൂങ്ങിക്കിടക്കുന്ന ചരടും വളയവും ഒരു ട്രപ്പീസ് പോലെ അവനൊരു ആശയം നൽകി. ജനൽപ്പാളിയിലേക്ക് കയറിയ അവൻ തൊപ്പിയെടുത്ത് മാറ്റി വടി താഴെ വെച്ചു. നിനക്കിത് ചെയ്യാൻ കഴിയില്ല, അവൻ പൂച്ചയോട് പറഞ്ഞു. എന്നിട്ട് അവൻ സർക്കസിലെ അഭ്യാസികളെ പോലെ ഓടിച്ചെന്ന് വളയത്തിലേക്ക് ചാടി സ്വയം മുകളിലേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിച്ചു. അപ്രതീക്ഷിതമായ ഒരു കാര്യം സംഭവിച്ചു. സ്റ്റുവർട്ട് അത്രയും ശക്തിയിൽ ചാടിയത് കാരണം വലിയൊരു ശബ്ദത്തോടെ ഷെയ്ഡ് ജനലിന്റെ മുകളിലേക്ക് പറന്നുയർന്നു. അതോടൊപ്പം സ്റ്റുവർട്ടും അതിനുള്ളിലേക്ക് ചുരുണ്ടുപോയി. അവന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഹോളി മാക്രൽ, സ്റ്റുവർട്ടിനെ പോലെ തന്നെ ഞെട്ടിയ സ്നോബൽ പറഞ്ഞു. ഇത് അവനെ പേശി കാണിച്ച് നടക്കാതിരിക്കാൻ പഠിപ്പിക്കും. സഹായിക്കൂ, എന്നെ പുറത്തിറക്കൂ. പേടിച്ചും വേദനിച്ചും ശ്വാസം കിട്ടാതെയും ചുരുണ്ടുകൂടിയ ഷെയ്ഡിനുള്ളിൽ നിന്ന് സ്റ്റുവർട്ട് വിളിച്ചു പറഞ്ഞു. പക്ഷെ അവന്റെ ശബ്ദം വളരെ ദുർബലമായിരുന്നതിനാൽ ആരും കേട്ടില്ല. സ്നോബൽ വെറുതെ ചിരിച്ചു. അവന് സ്റ്റുവർട്ടിനോട് വലിയ ഇഷ്ടമില്ലായിരുന്നു. സ്റ്റുവർട്ട് ജനൽ ഷെയ്ഡിനുള്ളിൽ വേദനിച്ചും പേടിച്ചും പുറത്തിറങ്ങാൻ കഴിയാതെ കിടക്കുന്നത് അവനെ ഒട്ടും വിഷമിപ്പിച്ചില്ല. മുകളിലേക്ക് ഓടിച്ചെന്ന് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ലിറ്റിലിനോട് അപകടം പറഞ്ഞു കൊടുക്കുന്നതിന് പകരം സ്നോബൽ ഒരു വിചിത്രമായ കാര്യം ചെയ്തു. ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് അവൻ ചുറ്റും നോക്കി. എന്നിട്ട് ശബ്ദമുണ്ടാക്കാതെ ജനൽപ്പാളിയിലേക്ക് ചാടി സ്റ്റുവർട്ടിന്റെ തൊപ്പിയും വടിയും വായിലെടുത്തു അടുക്കളയിലെത്തി എലിയുടെ മാളത്തിനടുത്ത് വെച്ചു. പിന്നീട് മിസ്സിസ് ലിറ്റിൽ താഴെ എത്തിയപ്പോൾ അവ അവിടെ കിടക്കുന്നത് കണ്ട് ഒരു നിലവിളിയോടെ വീട്ടിലുള്ളവരെയെല്ലാം വിളിച്ചുകൂട്ടി. അത് സംഭവിച്ചു. അവൾ കരഞ്ഞു. എന്ത് സംഭവിച്ചു? അവളുടെ ഭർത്താവ് ചോദിച്ചു. സ്റ്റുവർട്ട് എലിയുടെ മാളത്തിൽ വീണുപോയി.